പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമ്മുടെ തീർത്ഥാടനം ആരംഭിക്കുകയായി. കൂറ്റുവേലി അമ്മയുടെ ആ മണ്ണിൽ നിന്നും. ഇതാണ് നമ്മുടെ വാഹനം. 17 സീറ്റിൻ്റെ വണ്ടിയൊക്കെയാണ്. പക്ഷേ 18 പേരുണ്ടായിരുന്നെങ്കിലും ഒരുമയുണ്ടെങ്കിൽ അതൊരു വിഷയമല്ല എന്ന് മനസ്സിലായി. രാത്രി 10 മണിയോടുകൂടി യാത്രയൊക്കെ പുറപ്പെട്ട് രാവിലെ 8:30 മണിയോടുകൂടിയിട്ട് കണ്ണൂർ ജില്ലയിലെ മുഴകുന്നത്തിനടുത്ത് ഇരട്ടി താലൂക്കിൽ സ്റ്റാർ ഓഡിറ്റോറിയത്തിലേക്ക് എത്തിച്ചേർന്നു. അവിടെയാണ് വൃഷാകാനും പ്രഭാത ഭക്ഷണവുമൊക്കെ അറേഞ്ച് ചെയ്തിരുന്നു. തുടർന്ന് ആദ്യത്തെ ലക്ഷ്യസ്ഥാനമായിരിക്കുന്ന മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിലേക്ക്. മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം പ്രകൃതിയുടെ മനോഹാരിതയിൽ നിശബ്ദമായിരിക്കുന്ന ക്ഷേത്രചൈതന്യം സ്ഫുരിക്കുന്ന വളരെ മനോഹരമായിരിക്കുന്നൊരു സങ്കേതം. പാടങ്ങൾക്ക് നടുവിലൂടെയുള്ള യാത്ര, നല്ല തിരക്ക്, വരിവരിയായിട്ട് വാഹനങ്ങൾ മന്ദം മന്ദമൊക്കെ നീങ്ങുന്നു. മലബാറിലെ പ്രധാന ഭഗവതീ ക്ഷേത്രങ്ങളിലൊന്നാണ് മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം. മൃദംഗരൂപിണിയായിരിക്കുന്ന പരാശക്തിയാണ് പ്രധാന പ്രതിഷ്ഠ. 108 ദുർഗാക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇത്. പഴശ്ശിരാജയുടെ കുടുംബക്ഷേത്രമായിരുന്നു അത്രേ ഇത്. പണ്ടെങ്ങോ ഒരു മിഴാവിൻ്റെ രൂപത്തിൽ സരസ്വതീദേവി വന്നു വീണ സ്ഥലം, മിഴാവ് അഥവാ മൃദംഗം വീണ സ്ഥലം പിന്നീട് മൃദംഗ ശൈലനിലയം എന്നായിട്ട് മാറി. കഥകളിയുടെ ആട്ടക്കഥ രചിക്കുകയായിരുന്ന തമ്പുരാന് സ്ത്രീവേഷം സങ്കല്പിക്കാൻ സാധ്യമാവാതെ വന്നപ്പോൾ ഭക്തവത്സലയായിരിക്കുന്ന ഭഗവതി ഒരു സ്ത്രീ രൂപത്തിൽ ഈ ക്ഷേത്രക്കുളത്തിൽ നിന്നും പൊന്തി വന്നുവത്രേ. ആ രൂപത്തെ കണ്ടിട്ടാണ് തമ്പുരാൻ സ്ത്രീവേഷത്തെ ചിട്ടപ്പെടുത്തിയത്. ഇന്നും കഥകളിയിൽ അതുതന്നെയാണ് പിന്തുടർന്ന് പോരുന്നത്. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിന് സമാനമായിട്ട് പരാശക്തിയുടെ സമസ്ത രൂപങ്ങളും ലയിച്ച പ്രതിഷ്ഠയാണ് ഇവിടുത്തേത്. അതുകൊണ്ട് തന്നെ തത്തുല്യമായിരിക്കുന്ന ഫലമാണ് ഇവിടുത്തെ ദർശനത്താൽ ലഭിക്കുക എന്നും പറയാറുണ്ട്. സമാനമായിരിക്കുന്ന സരസ്വതി മണ്ഡപവും ഇവിടെയുണ്ട്. മഹാഗണപതിയും ദക്ഷിണാമൂർത്തിയും ധന്വന്തരി ഭാവത്തിലുള്ള ശാസ്താവും ശ്രീകൃഷ്ണനും വേട്ടക്കരനും നാഗദൈവങ്ങളുമൊക്കെയാണ് ഉപദേവതകൾ. വളരെ മനോഹരമായിരിക്കുന്ന ഈ ക്ഷേത്രത്തിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. അങ്ങനെ ആദ്യത്തെ ക്ഷേത്രത്തെ സന്ദർശിച്ച് തുടർന്ന് 11 മണിയോടുകൂടിയിട്ട് കൊട്ടിയൂരിലേക്ക് തിരിച്ചു. കൊട്ടിയൂർ ദക്ഷയാഗം നടന്ന സതീദേവിയുടെ ദേഹവിയോഗം നടന്ന സ്ഥലം, ദക്ഷിണകാശി എന്ന വിഖ്യാതമായിരിക്കുന്ന കണ്ണൂർ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രത്തിലേക്കായിരുന്നു അടുത്ത യാത്ര. 25 കിലോമീറ്ററേ മൃദംഗ ശൈലേശ്വരിയിൽ നിന്ന് ദൂരമുള്ളൂ എങ്കിലും വൈശാഖ മാസത്തിലെ അവസാനത്തെ ഞായറാഴ്ചയായിരുന്നത് കൊണ്ടുകൂടിയാവും അഭൂതപൂർവമായിരിക്കുന്ന തിരക്കായിരുന്നു അനുഭവപ്പെട്ടത്. 4 കിലോമീറ്റർ താണ്ടുവാനായിട്ട് 4 മണിക്കൂറോളം എടുക്കുകയുണ്ടായി. നല്ല മഴയും അതുമൂലം ചെളി നിറഞ്ഞ വഴികളുമൊക്കെയാണ് ഞങ്ങളെ കാത്തിരുന്നത്. 3 മണി കഴിഞ്ഞ് കൊട്ടിയൂരിനടുത്തായിക്കൊണ്ട് വണ്ടിയിൽ നിന്നിറങ്ങി നടന്നു തുടങ്ങി. പ്രകൃതിയുടെ ഭംഗി അവിടെയും സ്മരണീയം തന്നെയാണ്. ജാതിമതഭേദമന്യേ വാഹനങ്ങൾ തങ്ങളുടെ വീട്ടുമുറ്റത്ത് പാർക്ക് ചെയ്യാനും മറ്റുമൊക്കെ നാട്ടുകാരും ഭക്തരെ സഹായിക്കുന്നത് വളരെ ഭംഗിയായിട്ടുള്ള ഒരു കാഴ്ചയായി മാറി. അക്കരെ കൊട്ടിയൂരിലേക്ക് ആദ്യം കടന്നു. വലിയൊരു തടാകത്തിൻ്റെ മധ്യത്തിലുള്ള മണിത്തറയിലാണ് സ്വയംഭൂവായിരിക്കുന്ന ശിവലിംഗം ഉള്ളത്. തൊട്ടപ്പുറത്ത് തന്നെ അമ്മാറക്കല്ലിൽ പാർവതീദേവിയെയും ആരാധിക്കുന്നു. വയനാടൻ ചുരങ്ങളിൽ നിന്നൊഴുകി വരുന്ന ബാവലി പുഴ, ആ പുഴ അക്കരെ കൊട്ടിയൂരിനെയും ഇക്കരെ കൊട്ടിയൂരിനെയും വേർതിരിക്കുന്നു. പ്രകൃതിയുടെ മാറ്റുകൂട്ടുന്ന ശോഭയിലാണ് ബാവലിപ്പുഴയുടെ ഒഴുക്ക്. ത്രിമൂർത്തികൾ കൂടിച്ചേർന്ന സ്ഥലം കോടിയൂർ എന്നും
പിന്നീട് കൊട്ടിയൂർ എന്നും അറിയപ്പെട്ടു എന്ന് പറയപ്പെടുന്നു. അക്കരെ കൊട്ടിയൂർ കണ്ടു തൊഴുത് ഇക്കരെ കൊട്ടിയൂരിലേക്ക് നടന്നു. അവിടെ ക്ഷേത്രം അടഞ്ഞു കിടക്കുന്നുവെങ്കിലും തിരക്കിനൊട്ടും തന്നെ കുറവില്ല. തുടർന്ന് കൊട്ടിയൂരിൻ്റെ മാത്രം പ്രത്യേകതയായിരിക്കുന്ന ഓടപ്പൂവുമൊക്കെ വാങ്ങി തിരികെ വണ്ടിയിലേക്ക്. ഭൃഗുമഹർഷിയുടെ താടിയെയാണ് ഓടപ്പൂവ് അനുസ്മരിപ്പിക്കുക. തിരക്കിനിടയിലൂടെ നടന്ന് ഒരു വിധത്തിൽ വണ്ടിയിലെത്തി. തുടർന്ന് 6 മണിയോട് കൂടിയിട്ട് കൊട്ടിയൂരിൽ നിന്നും പറശ്ശിനിക്കടവിലേക്ക് യാത്ര തിരിച്ചു. പറശ്ശിനിക്കടവ് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് താലൂക്കിലെ വളപട്ടണം നദിക്കരയിലാണ് മുത്തപ്പൻ്റെ ഈ ക്ഷേത്രം. ശിവൻ്റെ അവതാരമായിട്ടാണ് വലിയ മുത്തപ്പനെ കണക്കാക്കുന്നത്. തിരുവപ്പനെന്നും പറയാറുണ്ട്. ഒപ്പമുള്ളത് വെള്ളാട്ടം അഥവാ ചെറിയ മുത്തപ്പൻ, അത് വിഷ്ണുവായിട്ടാണ് കണക്കാക്കുക എന്ന്. ഐതിഹ്യത്തിൽ ആ വലിയ മുത്തപ്പൻ്റെ കണ്ണുകളിൽ നിന്നും അഗ്നിജ്വാലകൾ പുറപ്പെടാൻ തുടങ്ങിയപ്പോഴാണ് വെള്ളി കൊണ്ട് കണ്ണുകൾ മൂടണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോഴാ മുത്തപ്പനെ സഹായിക്കുവാനായിട്ട് വിഷ്ണുവിൻ്റെ ഒരു രൂപം ഉണ്ടായി. അതാണ് ചെറിയ മുത്തപ്പൻ അല്ലെങ്കിൽ വെള്ളാട്ടം. രാത്രി 10 മണിയോട് കൂടിയിട്ട് പറശ്ശിനിയിലെത്തി. അവിടെ റൂമൊക്കെ എടുത്ത് പിറ്റേന്ന് പ്രഭാതത്തിൽ എഴുന്നേറ്റ് പ്രഭാത കൃത്യങ്ങളൊക്കെ നിർവഹിച്ചുകൊണ്ട് 5 മണിക്ക് മുമ്പ് തന്നെ ക്ഷേത്രവാതിൽക്കൽ വന്ന് ഞങ്ങൾ നിൽപ്പുറപ്പിച്ചു. കൃത്യം 5:30 മണിക്ക് ക്ഷേത്രത്തിൻ്റെ വാതിൽ തുറന്നു. തുടർന്ന് മുത്തപ്പന്മാരെ കണ്ട് തൊട്ട് വണങ്ങി അനുഗ്രഹമൊക്കെ നേടിക്കൊണ്ട് പുറത്തേക്ക്. നമ്മുടെ പരിചിതമായിരിക്കുന്ന പൂജാ സമ്പ്രദായമേ അല്ല പറശ്ശിനിക്കടവിലേത് എന്ന് ബോധ്യമായി. മുത്തപ്പൻ്റെ വാഹനമായിരിക്കുന്ന നായകളെ ഇഷ്ടം പോലെ അവിടെ കാണാനായിട്ടും സാധിക്കും. തുടർന്ന് പറശ്ശിനിക്കടവിൽ നിന്ന് കാടാമ്പുഴയിലേക്ക് യാത്ര തിരിച്ചു. ഏഴുമണിയോടുകൂടി കാടാമ്പുഴയിലേക്ക് തിരിച്ച് ഞങ്ങൾ 1 മണിയോടുകൂടിയിട്ട് അവിടെ എത്തിച്ചേർന്നു. മനോഹരമായിരിക്കുന്ന ദേവി സങ്കേതം. മലപ്പുറം ജില്ലയിൽ തിരൂർ താലൂക്കിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കിരാതരൂപത്തിലുള്ള പാർവതിയെയാണ് ആരാധനാമൂർത്തിയെ ആയിട്ട് ഇവിടെ എല്ലാവരും ആശ്രയിക്കുന്നത്. അർജുനനെ അനുഗ്രഹിച്ച ഭാവമാണ് ഭഗവതിക്ക് ഉള്ളത്. ചിട്ടയോടെയും വൃത്തിയോടെയുമുള്ള ഭക്ഷണ ക്രമീകരണത്തിൽ ദേവിയുടെ ആ അന്നദാനത്തെയും പ്രസാദമായിട്ട് സ്വീകരിച്ചുകൊണ്ട് കാടാമ്പുഴയിൽ നിന്ന് അടുത്ത സ്ഥലമായിരിക്കുന്ന തിരുനാവായിയെ ലക്ഷ്യമാക്കി യാത്ര. തിരുനാവായ ഭാരതപ്പുഴയുടെ തീരത്തുള്ള പുരാതനമായിരിക്കുന്ന ക്ഷേത്രം. മാമാങ്കത്തിന് പ്രശസ്തമായിരുന്ന നിളാതീരം ഇന്ന് ശ്രാദ്ധകർമ്മങ്ങൾക്ക് കീർത്തി ആർജിച്ചിരിക്കുക. നവയോഗികൾ, ഭാഗവതത്തിൽ പറയുന്ന കവി, ഹരി, അന്തരീക്ഷൻ, പ്രബുദ്ധൻ, പിപ്പലായനൻ, ആവിർഹോത്രൻ എന്നൊക്കെ പറയുന്ന നവയോഗികൾ, അവർ പ്രതിഷ്ഠിച്ചതിൽ 8 വിഗ്രഹങ്ങൾ അന്തർധാനം ചെയ്തു. 9ാമത്തെ വിഗ്രഹത്തെ ഇവിടെ ഉറപ്പിക്കുവാനായിട്ട് കരഭാജൻ എന്ന് പറയുന്ന ആ യോഗിക്ക് സാധ്യമായി എന്നാണ്. തിരുനവയോഗി എന്ന് പറഞ്ഞിരുന്നത് തിരുനാവായ എന്നായി മാറിയതാണ് എന്ന് പറയപ്പെടുന്നു. ലക്ഷ്മീനാരായണ സങ്കല്പമാണ് നാവാമുകുന്ദൻ്റേത്. നിളാതീരത്ത് നിന്ന് ഫോട്ടോയുമൊക്കെ എടുത്ത് തിരികെ വണ്ടിയിലേക്ക് ഉത്രാളിക്കാവിനെ ലക്ഷ്യമാക്കി അടുത്ത യാത്ര. ഉത്രാളിക്കാവ് കൊതിപ്പിക്കുന്ന സൗന്ദര്യത്തോടു കൂടിയ ഉത്രാളിക്കാവിലേക്കായിരുന്നു അടുത്ത യാത്ര. 4:30 മണിയോട് കൂടിയിട്ട് ഉത്രാളിക്കാവിലേക്ക് എത്തിച്ചേർന്നു. പച്ചപർവ്വതാനി വിരിച്ച പാടങ്ങളുടെ പ്രസരിപ്പൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ യാത്രാക്ഷീണവും പ്രായവുമൊക്കെ മറന്ന് എല്ലാവരും ഉഷാറായിട്ട് വണ്ടിയിൽ നിന്ന് ചാടിയിറങ്ങി. പിന്നെ നട തുറക്കുന്ന സമയം വരെ ഫോട്ടോയെടുപ്പിൻ്റെ ഒരു ബഹളം. പിന്നിലൂടെയുള്ള ട്രെയിനിൻ്റെ കൂകിയാർക്കലും പാടത്തിലെ ചെറിയ തോടിൻ്റെ ഒഴുക്കുമൊക്കെ കണ്ണിനും കാതിനും പുതുജീവൻ നൽകുന്നതായിരുന്നു. 5 മണിയോട് കൂടിയിട്ട് ദർശനത്തിനായിട്ട് അകത്തേക്ക്
പ്രവേശിച്ചു. കൊല്ലൂർ മൂകാംബികാ ചൈതന്യം തന്നെയാണത്രേ ഇവിടെയും സങ്കല്പിച്ചിരിക്കുന്നത്. പ്രസിദ്ധമാണ് ഇവിടുത്തെ പൂരം, ഉത്രാളിക്കാവ് പൂരം. 33ഓളം ആനകൾ പൂരത്തിനുണ്ടാവും ശബ്ദ ഗാംഭീര്യത്തോടെയുള്ള വെടിക്കെട്ടും ഇവിടുത്തെ പ്രത്യേകത ആണ്. തുടർന്ന് മനസ്സൊക്കെ നിറഞ്ഞ് 6 മണിയോടുകൂടിയിട്ട് തിരികെ കൂറ്റുവേലി അമ്മയുടെ മണ്ണിലേക്ക് മടക്കം. രാത്രി 10 മണിയോടുകൂടിയിട്ട് കൂറ്റുവേലിയുടെ മണ്ണിൽ പടിയിറങ്ങി. തീർച്ചയായിട്ടും വളരെ ഫലപ്രദമായിരുന്നു യാത്ര എന്ന് പറയാതെ വയ്യ. കേട്ടുമാത്രം പരിചയമുള്ള സ്ഥലങ്ങളെ കാണുവാനും മനസ്സിലാക്കുവാനും ഒപ്പം വാർദ്ധക്യത്തിൻ്റെ വിരസതയിൽ നിന്ന് കുറച്ച് മണിക്കൂറുകളെങ്കിലും മോചനം നേടുവാനുമൊക്കെ ഈ യാത്ര സഹായിച്ചിട്ടുണ്ട്, അതിൽ സംശയമില്ല. എല്ലാവരും ചേർന്ന് നടത്തിയ അന്താക്ഷരിയും വിശേഷാൽ മിഥുൻ്റെ സോപാന സംഗീതവും യാത്രയുടെ ആലസ്യത്തെയൊക്കെ ദൂരെ ഒതുക്കാൻ പോകുന്നതായിരുന്നു. ഇനിയും ഇതുപോലെയുള്ള യാത്രകൾ പോകുവാൻ സാധിക്കണമേ എന്നും അതിനായി ശ്രമിക്കണമേ എന്നും പ്രാർത്ഥിച്ചുകൊണ്ടാണ് എല്ലാവരും അവരവരുടെ വീടുകളിലേക്ക് മടങ്ങിയത്. സെക്രട്ടറിയായ ശ്രീമതി ഓമന ബാലമുരളിയുടെയും ശ്രീ KS പ്രദീപിൻ്റെയും ശ്രീ ബാലമുരളിയുടെയും നേതൃത്വത്തിൽ നടത്തിയ ഈ യാത്ര കൂറ്റുവേലിയമ്മയുടെ അനുഗ്രഹവും കൂടി ചേർന്നപ്പോൾ ഭംഗിയായി പൂർത്തീകരിക്കാൻ സാധിച്ചു. ഇനിയും ഇത്തരം യാത്രകൾക്ക് ജഗദംബിക വഴിയൊരുക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടിയിട്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.